തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. RSS BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, മുഖ്യമന്ത്രി അടക്കം വിമർശനം ഉന്നയിച്ച ഒരു സംഭവം കൂടിയാണ്. കേസെടുക്കാതെ വേറെ വഴിയില്ല. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? കാളിദാസ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നെയ്യാറ്റിൻകരയിൽ മുതിർന്ന ഗാന്ധിയൻ ഗോപിനാഥൻ സാറിന്റെ ഒരു പ്രതിമ അനാച്ഛാദന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തുഷാർ ഗാന്ധി അവിടെ എത്തുന്നത്. തുടർന്നാണ് ആ സമയത്ത്, അതായത് പ്രതിമയുടെ അനാച്ഛാദനം കഴിഞ്ഞ ഉടൻ തന്നെയാണ് പ്രസംഗിക്കാൻ ഒരു അവസരം നൽകുന്നത്. ആ സമയത്താണ് ഈ RSSന്റെയും BJPയുടെ നേതാക്കൾ ആ പരിപാടിക്കുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന പോലെ ഗാന്ധി മിത്ര മണ്ഡലത്തിന്റെ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ തുഷാർ ഗാന്ധി BJP RSSനെയും പരാമർശിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയത്. അതായത് ഈ ഭാരതത്തിന്റെ ആത്മാവിനെ ഇത്തരത്തിൽ ക്യാൻസർ ബാധിച്ചത് ഇത്തരത്തിൽ വേർപിക്കുന്നത് RSS BJP ആണെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ്. പക്ഷെ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു 5ഓളം വരുന്ന ആ ഭാഗത്തുള്ള കൗൺസിൽ ഉൾപ്പെടെയുള്ള BJPയുടെ കൗൺസിൽ ഉൾപ്പെടെയുള്ള കൂട്ടപ്പന മഹേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ആ സമയം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് കാറിൽ പ്രവേശിക്കാൻ നിന്ന ഈ തുഷാർ ഗാന്ധിയെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വലിയ തരത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്താ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് മുതിർന്ന കോൺഗ്രസിന്റെ ആൾക്കാരും പ്രതിപക്ഷ നേതാവ് ഇത്തരം പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ തുടർന്ന് ഇത്തരത്തിൽ വലിയ പ്രതിഷേധമായ സമയത്ത് തന്നെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. കണ്ടാലറിയാവുന്ന RSS BJP പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള നിയമ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സമയം ഇത്തരത്തിൽ വിഷയമുണ്ടാകുന്ന നെയ്യാറ്റിങ്കര വലിയ തരത്തിലുള്ള പ്രതിഷേധം, DYFIയുടെ ഒരു പ്രതിഷേധ സമരം ഈ പറയുന്ന നെയ്യാറ്റിങ്കര നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിന് തന്നെ മുൾമുനയിൽ തന്നെയാണ് ഇപ്പോൾ RSSും BJP. എന്തായാലും വലിയ തരത്തിൽ ദിവസങ്ങളും മണിക്കൂറും കഴിയുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത്. കാളിദാസ്. ശരി പ്രദീപ്, തുഷാർ ഗാന്ധിക്കെതിരായ ആ ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.